നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ പോലീസിന് തിരിച്ചടി. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചുവെന്ന് പരിശോധനയിൽ തെളിയിക്കാനായില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കില്ല എന്നാണ് നിയമോപദേശം. ഷൈനെയും സുഹൃത്തിനെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. വിപിൻ സി വിജയനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിപിൻ, ഇത് വലിയ തിരിച്ചടിയാണ്. നമുക്കറിയാം, പോലീസിനെ കണ്ട് ഓടിപ്പോകുന്ന ഷൈൻ, അതിനുശേഷമാണ് ഇത്തരത്തിലേക്ക് വലിയ കേസായി അത് മാറിയത്. ഇപ്പോൾ ലഹരി ഉപയോഗിച്ചു എന്നതിന് തെളിവ് ഇത്രയും നാളായിട്ടും പോലീസിന് നൽകാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ കേസ് നിലനിൽക്കില്ല. അടുത്ത നടപടി എങ്ങനെയാണ്? ഇവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് നൽകുക. വിശദാംശങ്ങൾ. അനുജ, പോലീസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഷൈൻ ടോം ചാക്കോയ്ക്ക് ആശ്വാസമാണ്. ഒപ്പം തന്നെ ഇത് തനിക്ക് താനൊരു കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏപ്രിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. നഗരത്തിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ ഡാൻസ് ഓഫിന്റെ പരിശോധന ഉണ്ടാകുന്നു. ഈ പരിശോധന സമയത്ത് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി മൂന്നാമത്തെ നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഷൈന്റെ വാദം ഗുണ്ടകൾ തന്നെ ആക്രമിക്കാൻ വരികയായിരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടത് എന്നുള്ളതായിരുന്നു. ഡാൻസ് ഓഫ് ആകട്ടെ അത് ലഹരി ഉപയോഗിക്കുകയായിരുന്നു, അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു രക്ഷപ്പെടൽ എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ ആ മുറി പരിശോധിച്ചിരുന്നു. പക്ഷെ അന്ന് ലഹരി വസ്തുക്കളൊന്നും തന്നെ അവിടുന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം പോലീസിനെ സംബന്ധിച്ച് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാണ് പിന്നെ ഷൈനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ആ ചോദ്യം ചെയ്യൽ ഏകദേശം 3 മണിക്കൂർ നീണ്ടു നിന്നിരുന്നു. ഈ 3 മണിക്കൂറിനുള്ളിൽ താൻ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് ഷൈൻ ടോം ചാക്കോ സമ്മതിക്കുകയും ചെയ്തു. ഈ ഷൈനെയും സുഹൃത്തിനെയും പ്രതി ചേർത്തുകൊണ്ടാണ് അന്ന് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. ആ കേസെടുക്കുകയും മുടിയും നഖവും ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ലഹരി ഉപയോഗിച്ചോ എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടി ആ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ലഹരി ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇനി ഈ റിപ്പോർട്ട് ഇപ്പോൾ നിയമോപദേശം പോലീസ് സ്വാഭാവികമായും തേടിയിരുന്നു, ഇനി ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ഈ ഫോറൻസിക് റിപ്പോർട്ട് എതിരായതുകൊണ്ട് തന്നെ ഇനി ഈ കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ മാസം തന്നെ സെൻട്രൽ പോലീസ് കോടതിയിൽ ഈ തെളിവുകൾ ലഭിച്ചില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. അനുജ, അതാണ് ലഹരി കേസിലാണ് ഷൈനെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലഹരി ഷൈൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവില്ല എന്നതുകൊണ്ട് ആ കേസ് കോടതിയിൽ നിലനിൽക്കില്ല. പ്രതിപ്പട്ടികയിൽ നിന്ന് ഷൈനെയും സുഹൃത്തിനെയും ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഉടൻ തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.